ഇനി അടുത്ത വിഷയത്തിലേക്ക് പോയാൽ റാപ്പർ വേടനെതിരായ കേസിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ഈ വനം വകുപ്പ് ഇപ്പോൾ ഏറെക്കുറെ പ്രതിസ്ഥാനത്ത് പോലും നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വേടനെതിരായ കേസിന്റെ തുടർ നടപടി ചർച്ച ചെയ്യാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ യോഗം ചേരും എന്നുള്ളതാണ്. തിങ്കളാഴ്ചയോടെ യോഗം ചേരാനാണ് സാധ്യത. കേസെടുത്തതിനെതിരെ വനം മന്ത്രി തന്നെ രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് യോഗം. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ വേടനെതിരായ കേസ് എടുത്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറെക്കുറെ പെട്ടു നിൽക്കുകയാണ് വനം വകുപ്പ്. കാരണം തുടക്കത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ചേർത്ത് നിർത്തിയ മന്ത്രി പോലും കൈവിട്ടൊരു സാഹചര്യം. CPM-ന്റെ അടക്കം ഇപ്പോൾ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങി മുമ്പോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ എന്തായിരിക്കും വനം വകുപ്പിന്റെ പുതിയ നീക്കങ്ങളൊക്കെ? സേതു, വേടനിൽ നിന്ന് പിടിച്ചത് പുലിപ്പല്ലല്ല. യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥർ പിടിച്ച ഒരു പുലിവാലാണ് ഇതെന്ന് ഇപ്പോൾ കരുതേണ്ടി വരും. കാരണം ഈ കേസിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ ഒരു തുടർ യോഗം, വലിയ യോഗം ചേരാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് മുഴുവൻ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നത്. പ്രത്യേകിച്ച് വനമന്ത്രിയുടെ നിലപാടാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. ആദ്യ ദിവസം വേടന് 7 വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളെല്ലാം ചുമത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ മന്ത്രി പൊതുസമൂഹം എതിരായപ്പോൾ നേരെ തിരിയുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ തലയിൽ ഇതെല്ലാം കെട്ടിവെച്ച ശേഷം മന്ത്രി ചാടി രക്ഷപ്പെടാനാണ് നോക്കിയത്. താൻ നിരപരാധിയാണ്, അല്ലെങ്കിൽ താനാണ് വേടനെ രക്ഷപ്പെടുത്തിയെന്നുള്ള നിലയിലേക്ക് മന്ത്രി മാറുകയായിരുന്നു. എന്തായാലും മന്ത്രിയുടെ നിലപാടൊക്കെ ജനം കണ്ടതാണ്. പക്ഷേ ഈ വനം വകുപ്പിൻ്റെ നടപടി അത് ശുദ്ധമായ വേട്ടയാടൽ തന്നെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പൊതുസമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പുലിപ്പല്ല് കൊണ്ടുവന്ന് നൽകിയ ആളെ കണ്ടെത്താനും അതിന് തെളിവുകൾ ശേഖരിക്കാനുമുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ. ഇതിനിടയിലാണ് ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്തായാലും വേട്ടയാടലുകൾ ഇനിയും വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു, ഓക്കെ സഹിൻ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് വേർഡിങ്. കാരണം ഈ വനം വകുപ്പ് പിടിച്ചത് വേടൻ്റെ പുലി പല്ലല്ല, സത്യം പറഞ്ഞാൽ ഒരു പുലിവാല് പിടിച്ചിരിക്കുകയാണ് വനം വകുപ്പ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് തുടർ നടപടി എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയിരുന്ന് കാണാം.